1979 സെപ്റ്റംബർ 22 രാത്രി ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ പോവുകയായിരുന്ന ഒരു അമേരിക്കൻ സാറ്റലൈറ്റ് അപ്രതീക്ഷിതമായിട്ട് ഒരു കാര്യം കണ്ടെത്തി. സൗത്ത് ആഫ്രിക്കൻ തീരത്തിന് അടുത്തായിട്ട് കണ്ണഞ്ചിപ്പിക്കുന്ന രണ്ട് പ്രകാശ മിന്നലുകളാണവ. വാഷിംഗ്ടണിൽ അതൊരു വലിയ വാർത്തയായിട്ട് മാറുകയായിരുന്നു. ശാസ്ത്രജ്ഞർ വേഗത്തിൽ തന്നെ അവരുടെ ഉപകരണങ്ങൾ പരിശോധിച്ചു. കാരണം മില്ലി സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ഇങ്ങനെ 2 തവണ മിന്നുന്നത് ഒരൊറ്റ കാര്യം കൊണ്ടാണെന്ന് അവർക്ക് അറിയാമായിരുന്നു. അതൊരു ആണവ സ്ഫോടനമായിരുന്നു. എന്നാൽ ചോദ്യം ഇതായിരുന്നു: ആരാണ് അത് ടെസ്റ്റ് ചെയ്തത്? ഒരു രാജ്യവും അങ്ങനെയൊന്നും പ്രഖ്യാപിച്ചിരുന്നില്ല. മണിക്കൂറുകൾക്കുള്ളിൽ ഇന്റലിജൻസ് ഏജൻസികൾക്കിടയിൽ ഒരു പേര് മാത്രം സജീവമായിട്ട് കേട്ടു തുടങ്ങി: ഇസ്രായേൽ. ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്നിലേക്കുള്ള ഒരു എത്തിനോട്ടം മാത്രമായിരുന്നു ആ നിഗൂഢമായിട്ടുള്ള മിന്നൽ എന്ന് പറയുന്നത്. ഇസ്രായേലിന് ഒരു ആണവായുധ പ്രോഗ്രാം ഉണ്ടെന്ന് ഇന്ന് വരെ അവർ ഒഫീഷ്യലായിട്ട് സമ്മതിച്ച് തന്നിട്ടില്ല എന്നുള്ളതാണ്. ഇസ്രായേൽ നേതാക്കൾ എപ്പോഴും പറയുന്ന ഒരേയൊരു കാര്യം ഇതാണ്: മിഡിൽ ഈസ്റ്റിൽ ആദ്യമായിട്ട് ആണവായുധങ്ങൾ കൊണ്ടുവരുന്നത് ഞങ്ങളായിരിക്കില്ല എന്നുള്ളത്. എന്നാൽ CIA മുതൽ UN വരെ എല്ലാവർക്കും അറിയാം സത്യം ഇതിലും സങ്കീർണമാണെന്ന്. കാരണം പതിറ്റാണ്ടുകളായിട്ട് ലോകത്തിലെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ളതും നൂതനവുമായിട്ടുള്ള ആണവായുധ ശേഖരം ഇസ്രായേലിലെ പക്കലുണ്ട്. ഈ കഥ തുടങ്ങുന്നത് ഒരു മനുഷ്യനിൽ നിന്നാണ്: മൊർദെഖായ് വാനനോ. 1986 ഇസ്രായേലിലെ നെഗവ് മരുഭൂമിയിലുള്ള ഡിമോണ എന്ന സ്ഥലത്തെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ ന്യൂക്ലിയർ ടെക്നീഷ്യനായിട്ട് അദ്ദേഹം ജോലി ചെയ്തിരുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ അതൊരു ടെക്സ്റ്റൈൽ ഫാക്ടറി ആയിരുന്നു. എന്നാൽ ഉള്ളിൽ അതൊരു ഒളിപ്പിച്ചു വെച്ച ആണവായുധ നിർമ്മാണശാലയായിരുന്നു. വ്യാജഭിത്തികളും രഹസ്യ എലിവേറ്ററുകളും ഉൾപ്പെടെ ഭൂമിക്കടിയിൽ 6 രഹസ്യ നിലകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെ 8 വർഷം ജോലി ചെയ്തതിന് ശേഷം വാനനുവിനെ മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ആ ഉപകരണങ്ങളുടെ എല്ലാം ഫോട്ടോകൾ രഹസ്യമായിട്ട് എടുത്തു. കണ്ട കാര്യങ്ങൾ ലണ്ടനിലെ സൺഡേ ടൈംസ് പത്രത്തിന് ചോർത്തി നൽകി. ഇസ്രായേലിന്റെ കൈവശം 100നും 200നും ഇടയിൽ ആണവ ബോംബുകൾ ഉണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. അമേരിക്ക ഹിരോഷിമയിൽ ഇട്ടതിനേക്കാൾ വലിയ നാശമുണ്ടാക്കാൻ കഴിയുന്ന ഹൈഡ്രജൻ ബോംബുകൾ പോലും അവിടെ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. 1960കളിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഡിമോണ സന്ദർശിച്ചപ്പോൾ ഇസ്രായേൽ അവരെ കബളിപ്പിച്ചുവെന്ന് അദ്ദേഹം റിപ്പോർട്ടർമാരോട് പറഞ്ഞു. വ്യാജ ഭിത്തികളും രഹസ്യ ഇടനാഴികളും ഉണ്ടാക്കി അവിടെ സമാധാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് വരുത്തി തീർക്കുകയായിരുന്നു. സ്വന്തം മനസ്സാക്ഷിയുടെ ശബ്ദം കേട്ടാണ് വാനനു ഈ സത്യങ്ങളെ വിളിച്ചു പറയാൻ തീരുമാനിച്ചത്. ഇസ്രായേലിലെ സൈനിക നടപടികളിൽ, പ്രത്യേകിച്ച് 1982 ലബനാൻ അധിനിവേശത്തിലും ഫലസ്തീനികളോടുള്ള പെരുമാറ്റത്തിലും താൻ അസ്വസ്ഥനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കഥ പത്രത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ കാണാതായി എന്നുള്ളത് മറ്റൊരു കാര്യം. ഒരു വനിതാ മൊസാദ് ഏജന്റ് അദ്ദേഹത്തെ ലണ്ടനിൽ നിന്ന് റോമിലേക്ക് തന്ത്രപൂർവ്വം വിളിച്ചു വരുത്തുകയായിരുന്നു. അവിടെ വെച്ച് മയക്കുമരുന്ന് നൽകി അദ്ദേഹത്തെ അവിടെ നിന്നും തട്ടിക്കൊണ്ടുപോയി നേരെ കപ്പലിൽ ഇസ്രായേലിലേക്ക് തിരികെ കടത്തി. ഒടുവിൽ വാനനെടുത്ത ഫോട്ടോകൾ സഹിതം സൺഡേ ടൈംസ് ആ വാർത്ത പ്രസിദ്ധീകരിച്ചപ്പോൾ ലോകം ആദ്യമായി ആ സത്യം അറിഞ്ഞു: ഇസ്രായേലിലെ ആ സമാധാനപരമായിട്ടുള്ള റിയാക്ടർ അത്ര സമാധാനപരം അല്ലായിരുന്നു എന്നുള്ളത്. ചാരവൃത്തിക്കും രാജ്യദ്രോഹത്തിനും വാനനുവിന് 18 വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചു. അതിൽ 11 വർഷവും അദ്ദേഹം ഏകാന്തത തടവിലായിരുന്നു. ഒരു ചെറിയ അലമാരയുടെ വലുപ്പം മാത്രമുള്ള ഒരു സെല്ലിലായിരുന്നു അത്. ഇന്ന് ഏകദേശം 40 വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹം ഇസ്രായേലിൽ തന്നെയുണ്ട്. ഇപ്പോഴും സ്വതന്ത്രനല്ല. രാജ്യം വിട്ടുപോകാനോ വിദേശ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കാനോ അദ്ദേഹത്തിന് അനുവാദം ഇല്ല എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും തങ്ങളുടെ കയ്യിൽ ആണവായുധങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇസ്രായേൽ ഇന്നുവരെ സമ്മതിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. കൂടാതെ 1968 ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി അഥവാ NPT കരാറിൽ അവർ ഒപ്പുവെച്ചിട്ടുമില്ല. അമേരിക്ക, റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന എന്നീ 5 രാജ്യങ്ങളെ മാത്രം ആണവശക്തികളായിട്ട് അംഗീകരിക്കുന്ന ആഗോള കരാറാണത്. അതിൽ ഒപ്പുവെച്ച മറ്റു രാജ്യങ്ങളെല്ലാം ആണവായുധങ്ങൾ ഉണ്ടാക്കില്ലെന്നും അന്താരാഷ്ട്ര പരിശോധനകൾ അനുവദിക്കാമെന്നുള്ളതും സമ്മതിച്ചിട്ടുള്ളവരാണ്. എന്നാൽ ഇസ്രായേൽ ഈ സിസ്റ്റത്തിന് പുറത്താണ് നിൽക്കുന്നത്. ആ അവ്യക്തത തന്നെയാണ് അവരുടെ സംരക്ഷണവും എന്ന് പറയുന്നത്. ഇതിലെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ, ഇസ്രായേൽ നേതാക്കൾ, പ്രത്യേകിച്ച് ബെഞ്ചമിൻ നെതന്യാഹു, ഇറാനിൻ്റെ ആണവ പദ്ധതികളെക്കുറിച്ച് ലോകത്തിന് എപ്പോഴും മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്.
2012 UN-ൽ നെതന്യാഹു നടത്തിയ പ്രശസ്തമായുള്ള പ്രസംഗം ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഒരു കാർട്ടൂൺ ബോംബിൻ്റെ ചിത്രം ഉയർത്തി കാണിച്ചിട്ട് ഇറാനെ അപകടകരമായിട്ടുള്ള ആ ചുവന്ന വരയോട് അടുക്കുകയാണെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇസ്രായേലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇറാൻ NPT കരാറിൽ ഒപ്പുവെച്ച രാജ്യമാണ് എന്നതാണ് സത്യമെന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഇസ്രായേൽ ആർക്കും പരിശോധിക്കാൻ കഴിയാത്ത ഒരു ഒഫീഷ്യലായിട്ട് അംഗീകരിക്കാത്ത ഇത്തരമൊരു ആണവ പ്രോഗ്രാം ഉണ്ടാക്കിയെടുത്തത്? അതിനുള്ള ഉത്തരം 1950കളിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഡേവിഡ് ബെൻ ഗൂറിയോൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ഫ്രാൻസുമായിട്ട് ഒരു രഹസ്യ കൂട്ടുകെട്ടുണ്ടാക്കി. അവരാണ് ഡിമോണ റിയാക്ടർ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും സഹായിച്ചത്. ഒഫീഷ്യലായിട്ട് അവർ അതിനെ ഒരു ഗവേഷണ കേന്ദ്രം എന്നോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ ഫാക്ടറിയോ എന്നോ വിളിച്ചു. പക്ഷേ മരുഭൂമിക്ക് നടുവിൽ വലിയ എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് CIA-ക്കും അമേരിക്കൻ ചാരവിമാനങ്ങൾക്കും വളരെ വേഗം മനസ്സിലായി എന്നുള്ളതാണ്. 1968 ആയപ്പോഴേക്കും ഇസ്രായേൽ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നുണ്ടെന്ന് അമേരിക്കൻ ഇന്റലിജൻസ് ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഇത് അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സണും ഇസ്രായേൽ പ്രധാനമന്ത്രി ഗോൾഡ മേയറും തമ്മിലുള്ള ഒരു രഹസ്യ കരാറിലേക്ക് നയിച്ചു. കരാർ വളരെ ലളിതമായിരുന്നു. ഇസ്രായേൽ അവരുടെ ആയുധങ്ങൾ പരീക്ഷിക്കുകയോ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയോ ചെയ്യാത്തിടത്തോളം കാലം അമേരിക്ക ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കില്ല. ഈ ധാരണയാണ് ന്യൂക്ലിയർ ആംബിഗ്വിറ്റി അല്ലെങ്കിൽ നയതന്ത്ര ഭാഷയിൽ മനഃപൂർവ്വമുള്ള അവ്യക്തത എന്ന് വിളിക്കുന്നത്. അതിനുശേഷം വന്ന ഓരോ അമേരിക്കൻ പ്രസിഡന്റുമാരും ഈ നിലപാട് തന്നെയാണ് തുടർന്ന് പോന്നത് എന്നുള്ളതാണ്. അതിനുശേഷമാണ് നേരത്തെ പറഞ്ഞ ആ നിഗൂഢമായിട്ടുള്ള വേല ഇൻസിഡന്റ് അഥവാ സംഭവിക്കുന്നത്. ദക്ഷിണ അറ്റ്ലാന്റിക്കിന് മുകളിലെ ആ ഇരുട്ട മിന്നൽ ഇസ്രായേലും സൗത്ത് ആഫ്രിക്കയും സംയുക്തമായിട്ട് നടത്തിയ ഒരു ആണവ പരീക്ഷണമായിരിക്കാം. പിന്നീട് ഒരു ശാസ്ത്ര സമിതി അതൊരു സാങ്കേതിക തകരാർ മാത്രമാണെന്ന് പറഞ്ഞെങ്കിലും പല ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടറുടെ സ്വന്തം ഡയറിക്കുറിപ്പ് നൽകിയ സൂചന മറ്റൊന്നായിരുന്നു. ഇസ്രായേൽ രഹസ്യമായിട്ട് ഒരു ആണവായുധം പരീക്ഷിച്ചു എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. അതിനുശേഷമുള്ള പതിറ്റാണ്ടുകളിൽ ഇസ്രായേൽ പൂർണ്ണമായിട്ടുള്ള ഒരു ന്യൂക്ലിയർ ട്രയാഡ് വികസിപ്പിച്ചെടുത്തതായിട്ട് കരുതപ്പെടുന്നുണ്ട്. അതായത് യുദ്ധവിമാനങ്ങൾ വഴി ഇടാൻ കഴിയുന്ന ബോംബുകൾ, ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ, ജർമ്മൻ നിർമ്മിത ഡോൾഫിൻ ക്ലാസ് അന്തർവാഹിനികളിൽ നിന്ന് തൊടുത്തുവിടാൻ കഴിയുന്ന ക്രൂയിസ് മിസൈലുകൾ എന്നിവ. കണക്കുകൾ പ്രകാരം ഇന്ന് ഇസ്രായേലിൻ്റെ പക്കൽ സജ്ജമായിട്ടുള്ള 90ഓളം ആണവ പോർമുനകളുണ്ട്. കൂടാതെ ഇതിൻ്റെ ഇരട്ടി എണ്ണം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള വസ്തുക്കളും അവരെ കയ്യിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെയൊക്കെയാണെങ്കിലും പരസ്യമായിട്ട് ഈ ആയുധങ്ങൾ ഇവിടെ നിലവിലില്ല, പ്രഖ്യാപനങ്ങളില്ല, പരിശോധനകളില്ല. നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിൽ ഒപ്പുവെക്കലില്ല. ഒരേയൊരു മൗനം മാത്രമേ ഉള്ളൂ. മൊർദെഖായ് വാനുവിന് ഇപ്പോൾ ഏകദേശം 70 വയസ്സിലേറെ പ്രായമായിട്ടുണ്ട്. വിലക്കുകൾക്ക് നടുവിൽ അദ്ദേഹം നിശബ്ദനായിട്ട് ജീവിക്കുകയാണ്. ഇസ്രായേലിലെ ഏറ്റവും വലിയ രഹസ്യം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയ ആ മനുഷ്യനെ ഇന്നും അവരൊരു ശത്രുവിനെ പോലെയാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ത്യാഗം ഒരു നിമിഷത്തെങ്കിലും ആ രഹസ്യത്തിൻ്റെ ചുരുളഴിച്ചു എന്ന് വേണം പറയാൻ. ഇസ്രായേലിലെ ആണവ പ്രോഗ്രാം വെറുമൊരു കെട്ടുകഥയല്ലെന്നും അതൊരു വലിയ സത്യമാണെന്നും ആ ഒരു നിമിഷം ലോകത്തിന് കാണിച്ചു കൊടുത്തു. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ നിഗൂഢതകളിൽ ഒന്നായിട്ട് ഇസ്രായേലിലെ ഈ ആണവ നയം ഇന്നും തുടരുന്നുണ്ട്. അവർ വളരെ സൂക്ഷ്മമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഈ മൗനം ഏതൊരു തുറന്ന പറച്ചിലിനേക്കാളും ഉച്ചത്തിൽ സംസാരിക്കുന്ന ഒന്നുകൂടിയാണ്.